ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ കുബൂസ് അതുപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ് ഇത്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഡെലിഷ്യസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ലഡുവാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള 4 റൊട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചപ്പാത്തി ആണെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള റൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നെയ്യിലൊന്ന് വറുത്തെടുക്കും അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു മണമൊക്കെ ഒന്ന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചേർക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. തേങ്ങയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പച്ചത്തേങ്ങയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകുന്ന വരെ നിങ്ങളൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. തീ ഓഫ് ചെയ്തിട്ടെന്ന് പറയാം. തീ ഓണാക്കിയിട്ടാണെങ്കിൽ പഞ്ചസാര ക്യാരമലായി പോവും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കിടന്നിട്ട് പഞ്ചസാര അലിയും കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചിരകിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്താൽ മതി. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ബദാമോ കാഷ്യോ അതുപോലെ മുന്തിരി എന്ത് വേണമെങ്കിലും ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഉണക്കമുന്തിരി. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. വലിയ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ് കേട്ടോ. റൊട്ടിയാണെന്നൊന്നും പറയുന്നില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് കൂടുതൽ ദിവസം വെക്കാനൊന്നും പറ്റൂല കേട്ടോ. ഒരു 2 ദിവസം അതിൽ കൂടുതലൊന്നും വെക്കരുത്, റൊട്ടി ആയത് കാരണം തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ്. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിച്ചാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി കൊണ്ട് ഇത് സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചപ്പാത്തി വെച്ചിട്ടും ചെയ്യാൻ പറ്റും ബാക്കി ചപ്പാത്തിയൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.